The books were burned, but knowledge survived. Yes, I am telling about the Nalanda University and its library. ഏകദേശം ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്ന്. ഇന്നത്തെ ബീഹാർ സംസ്ഥാനത്തിലെ നാളന്ദ പ്രദേശത്താണ് ഇത് നിലനിന്നിരുന്നത്. ഗുപ്ത സാമ്രാജ്യകാലത്ത് ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ട് ആരംഭിച്ച ഈ മഹാവിദ്യാലയം പിന്നീട് ഏഷ്യയിലെ പ്രധാന ജ്ഞാന കേന്ദ്രമായി വളർന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും ഇവിടെ എത്തിയിരുന്നു. നാളന്ദയുടെ ഗ്രന്ഥശാല ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന ശേഖരങ്ങളിൽ ഒന്നായിരുന്നു. ധർമ്മജ്ഞ എന്നറിയപ്പെടുന്ന ഈ ഗ്രന്ഥശാലയിൽ ലക്ഷക്കണക്കിന് ഹസ്തപ്രതികൾ സൂക്ഷിച്ചിരുന്നതായി ചരിത്രത്തിൽ പറയപ്പെടുന്നു. ക്രിസ്തുവർഷം 12-ാം നൂറ്റാണ്ടിലുണ്ടായ ആക്രമണത്തോടെ നളന്ദയുടെ ഗ്രന്ഥശാല നശിപ്പിക്കപ്പെട്ടു. 21-ാം നൂറ്റാണ്ടിൽ നളന്ദയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ചത് ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. 2006-ൽ ഡോക്ടർ കലാം ബീഹാർ നിയമസഭയിൽ പ്രാചീന നളന്ദ സർവകലാശാലയെ ആധുനിക അന്താരാഷ്ട്ര സർവകലാശാലയായി പുനർനിർമ്മിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചു. 2010-ൽ നളന്ദ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സായി. 2024-ൽ പുതിയ നളന്ദ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പുരാതന മഹത്വവും ആധുനിക ദർശനവും ചേർന്ന് ജീവിച്ചിരിക്കുന്ന പൈതൃകമാണ് നളന്ദ യൂണിവേഴ്സിറ്റി.